ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് ബൈനറി സെർച്ചാണ്. നമ്മൾ ഓൾറെഡി ലീനിയർ സെർച്ചിനെ കുറിച്ചുള്ള വീഡിയോ കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഒരു അറേയിൽ ലീനിയറായിട്ട് എലമെൻറ്റിനെ ട്രാവേഴ്സ് ചെയ്തിട്ട് കൊടുക്കുന്ന കീ എലമെൻറ്റ്, ഞാൻ കൊടുക്കുന്ന കീ എലമെൻറ്റ് അതുണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നതായിരുന്നു ലീനിയർ സെർച്ച്. ഇതിൻ്റെയും കോൺസെപ്റ്റ് എന്ന് പറയുന്നത് കൊടുക്കുന്ന കീ എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ഉണ്ടെങ്കിൽ യെസ് എന്നും അല്ലെങ്കിൽ ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടും അല്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് പറഞ്ഞിട്ടും റിട്ടേൺ ചെയ്ത് തരാം. എന്നാൽ ബൈനറി സെർച്ചിൻ്റെ കോൺസെപ്റ്റിൽ ചെറിയ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ബൈനറി എന്ന് വെച്ചാൽ എന്താണ്? രണ്ട്. നമ്മളെപ്പോഴും പറയും ബൈനറി നമ്പേഴ്സ് എന്ന് വെച്ചാൽ 0യും 1ഉം മാത്രമുള്ള നമ്പേഴ്സ്. ബൈ എന്ന് പറഞ്ഞാൽ 2. അത് തന്നെയാണ് മെയിൻ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത്. നമ്മുടെ മെയിൻ അറേനെ നമ്മൾ 2 സബ് അറേസ് ആക്കിയിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യും. ആ അറേയിൽ ഒരു ടേമിലുള്ള അറേസിലൊക്കെ നമ്മുടെ കീ എലമെൻസിനേക്കാൾ ചെറിയ എലമെൻസും ഒരു ടേമിലുള്ള എലമെൻസൊക്കെ ആ കീ എലമെൻസിനേക്കാൾ വലിയ എലമെൻസും ആയിരിക്കും. അപ്പോൾ കീ എലമെൻറ്റ് ചെറുതാണെങ്കിൽ ചെറിയ സബ് അറേയിലും വലുതാണെങ്കിൽ വലിയ സബ് അറേയിലും നമ്മൾ സെർച്ച് ചെയ്യും. അങ്ങനെ സെർച്ച് ചെയ്യുകയാണെങ്കിൽ അതിലുണ്ടെങ്കിൽ ഫൈൻഡ് ചെയ്യും, ഇല്ലെങ്കിൽ ഫൈൻഡ് ചെയ്യില്ല. അപ്പോൾ അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്രയും എലമെൻറ്റ്, ഇപ്പോൾ ഒരു പകുതിയിലേറെ എലമെൻറ്റ് നമുക്ക് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടൈം കോംപ്ലക്സിറ്റി എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരിക്കും. ഡാറ്റ സ്ട്രക്ചർ ക്ലാസ്സിൽ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും, ടൈം കോംപ്ലക്സിറ്റി, സ്പേസ് കോംപ്ലക്സിറ്റി ഒക്കെ. അപ്പോൾ ഇതിൽ പറയുന്നത് ലീനിയർ സെർച്ചിനേക്കാൾ കുറച്ചും കൂടി മച്ച് മോർ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു അൽഗോരിതമാണ് ബൈനറി സെർച്ച് എന്നാണ്. ജസ്റ്റ് നമുക്ക് ഇതിൻ്റെ എന്താണ് പ്രോഗ്രാം ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇതാണ് നമ്മുടെ ബൈനറി സെർച്ചെങ്കിൽ യൂസ് ചെയ്യുന്ന അറിയെങ്കിൽ ഇതിലിപ്പോൾ 5 സ്പേസാണുള്ളത്. ഈ 5 സ്പേസിൽ ഞാൻ സോർട്ടഡ് അറേയാണ് കൊടുക്കണേ. കാരണം ബൈനറി സെർച്ചിൽ എപ്പോഴും നമുക്ക് സോർട്ടഡ് അറേ മാത്രമാണ് അതിൽ എലമെൻറ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റുള്ളൂ. അൺസോർട്ടഡ് അറേ എന്നാണെങ്കിൽ ബൈനറി സെർച്ച് കറക്റ്റ് ആൻസേഴ്സ് ചെയ്യാൻ പറ്റില്ല. നോർമലി നമ്മൾ ബൈനറി സെർച്ച് ചെയ്യുമ്പോൾ നമ്മൾ PG ലെവലിൽ പഠിക്കുമ്പോഴൊക്കെ ആണെങ്കിൽ ബൈനറി സെർച്ചിൻ്റെ ഉള്ളിൽ ആ ഫംഗ്ഷൻ കോൾ ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മൾ സോർട്ടഡ് ആയിട്ടുള്ള അറേയിൽ ആ ഒരു പ്രോഗ്രാം ആ ഭാഗത്ത് എഴുതിയതിന് ശേഷം ബൈനറി സെർച്ച് നടത്തുകയോ ചെയ്യണം. ഇതിപ്പോൾ UG കുട്ടികൾക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് ബൈനറി സെർച്ചിൻ്റെ കോൺസെപ്റ്റ് മാത്രമാണ് കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇൻപുട്ട് ചെയ്യുന്ന സമയത്ത് സോർട്ടഡ് അറേ കൊടുക്കുന്നത്. അല്ലാത്ത പക്ഷം അൺസോർട്ടഡ് അറേയാണ് ഞാൻ കൊടുക്കുന്നതെങ്കിൽ അതിന് സോർട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം വേണം എന്ത് ചെയ്യാനായിട്ട്, എനിക്ക് സെർച്ചിങ് നടത്താനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇതാണ് നമ്മുടെ അറേ. ഈ അറേയിൽ ഞാൻ കൊടുക്കുന്ന എലമെൻറ്റ് 4 എന്ന് പറയുന്ന എലമെൻറ്റ് അതിലുണ്ടോ, കീ അതിൽ ഉണ്ടോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാനിവിടെ എനിക്ക് 3 വാല്യൂസ്, 3 വേരിയബിൾസ് ഡിക്ലെയർ ചെയ്യണം. മിഡ്, ലോ, ഹൈ. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിലെ ലോ എന്ന് പറയുന്നത്? ലോ എന്ന് പറയുന്നത് നമ്മുടെ ഫസ്റ്റത്തെ ബേസ് ഇൻഡെക്സിനെയാണ് ലോ എന്ന് പറയാം. ലാസ്റ്റ് ഇൻഡെക്സിനെയാണ് ഹൈ എന്ന് പറയുന്നത്. മിഡിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? മിഡ് ഈക്വൽ ടു ഹൈ പ്ലസ് ലോ ഡിവൈഡഡ് ബൈ 2. ഇപ്പോൾ ഇവിടെ എത്രയായിരിക്കും നമ്മുടെ മിഡ് വരുന്നത്? ഇവിടെ എത്ര എലമെൻറ്റ്സ് ഉണ്ട്? 1 2 3 4 5 6 എലമെൻറ്റ്സ്. അപ്പോൾ 6 ഹൈ എന്ന് പറയുന്നത് അറേ ഇൻഡെക്സ് നോക്കണം കേട്ടോ. 0 1 2 3 4 5. അപ്പോൾ എച്ച് വരുന്നത് 5 ആണ്. 5 പ്ലസ് 0, ബേസ് ഇൻഡെക്സ് എത്രയാണ്? 0. 5 പ്ലസ് 0 ഡിവൈഡഡ് ബൈ 2. 5/2 എത്ര ആൻസർ വരുന്നത്? 2.5. 2.5ൽ നമുക്കറിയാം ഇൻറ്റിജർ ഡിവിഷനിൽ 2.5 എന്ന് പറഞ്ഞാൽ ഏതാ വാല്യൂ വരിക? 0.5നെ നെഗ്ലക്റ്റ് ചെയ്തിട്ട് 2നെ മാത്രം റിട്ടേൺ ചെയ്ത് തരും ആണല്ലോ. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 2 ആണ്. 2 എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതാ പൊസിഷൻ? ഇതാണ് പൊസിഷൻ, ഇതാണ് മിഡ്. അപ്പോൾ നമ്മുടെ ഈ അറേനെ നമ്മൾ എന്ത് ചെയ്യുകയാണ്? 2 സബ് ലിസ്റ്റുകളാക്കിയിട്ട് നോക്കും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നോക്കും ഈ മിഡ് ഈക്വൽ ടു 4 ആണോ നോക്കും. അല്ലല്ലോ, അല്ല. കാരണം എന്താ? 3 = 4 അല്ല. സോ ഞാൻ ഈ മിഡ് വെച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്? ഞാനിതിനെ 2 അറേ ആക്കിയിട്ട് മാറ്റുകയാണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലോജിക്ക് വരുന്നത്. ഇതിൻ്റെ ലോജിക്ക് വരുമ്പോൾ ആലോചിക്കുക, ഇനി ഈ മിഡിനേക്കാൾ ലെസ് ആണോ ഗ്രേറ്റർ ആണോ എന്ന കാര്യം നമ്മൾ ശ്രദ്ധിക്കാം. 3 > 4 ആണോ 3 < 4 ആണോ?
3 <4 ആണ് ആണല്ലോ. അതായത് 3 ആണ് ചെറുത്, 4 ആണ് വലുത്. സോ ഈ കണ്ടീഷനാണ് നമ്മൾ എടുക്കുന്നത്, 3 <4. അതായത് നമുക്കറിയാം 1ഉം 2ഉം 4നേക്കാൾ ചെറിയ എലമെൻസാണ്. സോ 3ൻ്റെ താഴെയുള്ള, അതായത് 0, 1, 2 ഇത് ബേസ് വരുന്ന ഈ 3 അറേയും നമുക്ക് എന്താവശ്യമില്ല, യൂസ്ഫുൾ അല്ല. സോ നമുക്ക് ഇതിന് സെർച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. സോ എനിക്ക് എന്ത് മാത്രം എടുത്താൽ മതി, ഈ ഒരു അറേ മാത്രം എടുത്താൽ മതി. ഈ അറേയിൽ അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു 1 പോയി, 2 പോയി, 3 പോയി. ഇതിനെ നമ്മൾ കളഞ്ഞു. ഇനി നമുക്ക് വരുന്നത് 1, 4, 5, ഒന്നുകൂടി വരയ്ക്കാം കേട്ടോ. 1, 2, 3, 4, 5, ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ 6. ഇതായിരുന്നു നമ്മുടെ അറേ എന്ന് പറയുന്നത്. ഇത് നമ്മൾ വേണ്ട പറഞ്ഞു. കാരണം എന്താ, ഇത് ഇതിനേക്കാൾ ചെറുതായിരിക്കും. ഇത് ചെറുതായിരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇവിടെ നിന്ന് പോകുന്നത് നേരത്തെ നമ്മൾ ഫൈൻഡ് ചെയ്തിട്ടുള്ള ലോ പൊസിഷൻ, നേരത്തെ ലോ എന്ന് പറയുന്നത് ഇതായിരുന്നല്ലോ, ഈ ലോ പൊസിഷൻ മാറിയിട്ട് ഇപ്പോഴത്തെ ലോ എന്ന് പറയുന്നത് ഏതായി, ഇതാണ് ഇപ്പോഴത്തെ ലോ എന്ന് പറയുന്നത്. ഹൈക്ക് പൊസിഷൻ ചേഞ്ച് ഉണ്ടോ? ചേഞ്ച് ഇല്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മിഡിനെ എന്താക്കി സെറ്റ് ചെയ്യും, ലോനെ നമ്മൾ എന്താക്കി സെറ്റ് ചെയ്യും, മിഡ് +1 ആക്കിയിട്ട് സെറ്റ് ചെയ്യും. ലോനെ ഞാൻ എന്താക്കി സെറ്റ് ചെയ്യും, മിഡ് +1 ആക്കിയിട്ട് സെറ്റ് ചെയ്യും. എന്നിട്ട് ഞാൻ വീണ്ടും ഈ പറഞ്ഞ പോലെ മിഡ് കാൽക്കുലേറ്റ് ചെയ്യും. മിഡ് കാൽക്കുലേറ്റ് ചെയ്ത് മിഡ് ഈക്വൽ ടു ആണോ നോക്കും. അല്ലെങ്കിൽ ലെസ് ആണെങ്കിൽ റൈറ്റ് സൈഡ് എടുക്കും, ഗ്രേറ്റർ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് എടുക്കും. ഓക്കെ, പറഞ്ഞ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി പറഞ്ഞ കാര്യം ഇനി റിപ്പീറ്റ് ചെയ്യുക. ആ എലമെൻറ്റ് കാണുന്നത് വരെ, ഈ ഒരു അറേ നോക്കുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യുക, റിപ്പീറ്റ് ചെയ്യുക. അല്ല, അൺടിൽ ഈ അറേ ഫുള്ള് നമ്മൾ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടില്ലെങ്കിൽ നോട്ട് ഫൗണ്ട് എന്ന് കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ ഫൗണ്ട് എന്ന് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമ്മൾ നെക്സ്റ്റ് പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഹാഷിങ്ങിലൂടെ stdio.h ഉണ്ട്. അറിയാലോ, സ്റ്റാൻഡേർഡ് ഇൻപുട്ട് ഔട്ട്പുട്ട് ലൈബ്രറിയാണ്. ഇൻറ്റ് മെയിൻ, ഇവിടെ നമ്മൾ ഫംഗ്ഷൻ ഉപയോഗിക്കുന്നില്ല. ബിക്കോസ് നമ്മൾ മെയിൻ ഫംഗ്ഷൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു ഫംഗ്ഷൻ ഉപയോഗിക്കാം, സോർട്ടിൻ്റെ ഫംഗ്ഷൻ ഉപയോഗിക്കാം. ഞാൻ സോർട്ടിൻ്റെ ഫംഗ്ഷൻ കൊടുക്കുന്നില്ല, സോർട്ടഡ് അറേയാണ് കൊടുക്കുന്നത്. നെക്സ്റ്റ് ഡിക്ലെയർ ചെയ്യുന്നത് ഇൻ്റെ അറേ ni കീ എന്ന് പറയുന്ന എലമെൻ്റ് ഏതായിരിക്കും, ഞാൻ സെർച്ച് ചെയ്ത 4 നമ്മൾ 4 കൊടുത്തല്ലോ, ആ 4 എന്ന് പറയുന്ന എലമെൻറ്റിന് കൊടുക്കുന്ന വേരിയബിളാണ് കീ, സെർച്ചഡ് ആയിട്ടുള്ള എലമെൻറ്റ്. അടുത്തത് ലോ ഹൈ മിഡ് നമ്മൾ ഇൻറ്റിജറായിട്ട് ഡിക്ലെയർ ചെയ്തു. നെക്സ്റ്റ് എൻ്റെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് കൊടുത്തു, സ്കാൻ ചെയ്തെടുത്തു. എന്ന് പറയുന്നത് നമ്പർ ആ അറേയുടെ സൈസായിരുന്നു. അതിനുശേഷം സോർട്ടഡ് ആയിട്ടുള്ള അറേനെ പ്രിൻറ്റ് ചെയ്യാൻ പറഞ്ഞു. നമ്മളവിടെ പ്രിൻറ്റ് ചെയ്യിപ്പിച്ചു. ഫോർ i = 0, i <n i++. സ്കാൻഎഫിൽ %d കൊടുത്തു, ആംബസൻ അറേ ഓഫ് i നമ്മൾ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാനിവിടെ എന്ത് പറഞ്ഞു, എൻ്റെ എലമെൻറ്റ് ടു ബി സെർച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്താണ്, ആ കീ എന്ന് റീഡ് ചെയ്തെടുത്തു. കീ റീഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തിനെ സെറ്റ് ചെയ്യാൻ പറഞ്ഞു, ലോന് 0, അതായത് ബേസ് ഇൻഡെക്സ് സെറ്റ് ചെയ്തു. ഹൈനെ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ഇൻഡെക്സ് സെറ്റ് ചെയ്തു. ദാറ്റ് മീൻസ് n-1 എന്ന് പറയുന്നത് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട്. ആരേ കോൺസെപ്റ്റിൽ 6 എലമെൻ്റ് ഉണ്ടെങ്കിൽ ലാസ്റ്റത്തെ എലമെൻറ്റിൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് 6 - 1 5 ആയിരിക്കും. നമ്മൾ നേരത്തെ കണ്ടതാണ് ആണല്ലോ, അപ്പം അത് പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബൈനറി സെർച്ചാണ്. അപ്പോൾ ഞാനിവിടെ വൈൽ ലൂപ്പ് യൂസ് ചെയ്യാണ്. വൈൽ ലോ <= ഹൈ ആകുന്നത് വരെ, ദാറ്റ് മീൻസ് ബേസ് ഇൻഡെക്സ് ലാസ്റ്റത്തെ ഇൻഡെക്സ് ആകുന്നത് വരെ എന്ത് ചെയ്യണം, ഈ ലൂപ്പ് റിപ്പീറ്റ് ചെയ്യണം. മിഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞു. മിഡ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ലോ +ഹൈ / 2. അങ്ങനെയാണെങ്കിൽ നമുക്കറിയാം 2.5 7.5 ഒക്കെ കിട്ടും. അപ്പോൾ 0.5നെ നെഗ്ലക്റ്റ് ചെയ്യുക, 7 എടുക്കുക, അല്ലെങ്കിൽ 2 എടുക്കുക. ഏതാണ് ഇൻറ്റിജർ ഭാഗം ആ ഇൻറ്റിജർ പോർഷൻ മാത്രം നമ്മൾ എടുക്കുക. നമ്മൾ എടുക്കുകയാണെങ്കിൽ സിസ്റ്റം അത് എടുത്തോളും, പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കുക. നെക്സ്റ്റ്, ഇഫ് അറേ ഓഫ് മിഡ് ഈക്വൽ ടു കീ ആണോ എന്ന് സെർച്ച് ചെയ്യാം. ഇപ്പോൾ നോക്കാം, ഫസ്റ്റ് അറേ ഓഫ് മിഡ് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ അറേ ഓഫ് മിഡ് എന്ന് പറയുന്നത് ഏതായിരുന്നു, 2 ആയിരുന്നു. അറേ ഓഫ് 2 = കീ, ദാറ്റ് മീൻസ് 3 = 4 ആണോ എന്ന് സെർച്ച് ചെയ്തു. അറേ ഓഫ് മിഡ് 2 ആയിരുന്നു.
മിഡ് 2 ആയിരുന്നു, അറേ ഓഫ് 2 എന്ന് പറയുന്നത് 3 ആയിരുന്നു, വാല്യൂ 3 ആയിരുന്നു. 3 = 4 ആണോ? അല്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അതല്ല. അപ്പോൾ നമ്മൾ എൽസിലോട്ട് എത്തി. എൽസിൽ എന്താ വരുന്നത്? അറേ ഓഫ് മിഡ് ലെസ് ദാൻ കീ ആണോ നോക്കി. ആണെങ്കിൽ ലോ = മിഡ് +1, അല്ലെങ്കിൽ ഹൈ = മിഡ് -1. അപ്പം ഒന്നുകൂടി പറയുകയാണ്, അറേ ഓഫ് മിഡ് = കീ ആണെങ്കിൽ നമ്മൾ ഇപ്പോൾ അറേ ഓഫ് 2ൽ 4 ആണുള്ളതെങ്കിൽ 4 = 4 ആണെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമുക്ക് പ്രിൻ്റ് ചെയ്യാം. അപ്പോൾ എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ %LD എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു? അവിടെ എലമെൻറ്റ് ഉണ്ട്, എൻ്റെ പൊസിഷനാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പൊസിഷൻ മിഡ് +1 കൊടുക്കാൻ കാരണം അതും ഞാൻ അറേയുടെ ആ ഒരു അറിയാലോ, n-1 കൊടുത്തത് കൊണ്ട് മിഡ് എത്രയാണോ അതുകൊണ്ട് മിഡ് +1. ഇപ്പോൾ 2ൽ കിടക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ അത് മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് 2 + 1 3 ആക്കിയിട്ട് നമ്മൾ കൊടുത്തത്. അതിനുശേഷം നമ്മൾ റിട്ടേൺ 0 കൊടുത്തു. അല്ല, ഇപ്പോൾ അറേ ഓഫ് മിഡ് = കീ അല്ലെങ്കിൽ ആ മിഡിനേക്കാൾ ചെറുതാണോ, ആ കീയേക്കാൾ ചെറുതാണോ അറേ ഓഫ് മിഡ് എന്ന് നമ്മൾ നോക്കും. അപ്പോൾ 3 എന്ന് പറയുന്നത് 4നേക്കാൾ ചെറുതായത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു? മിഡ് +1 ചെയ്തു. മിഡ് +1 ചെയ്തതെന്ന് വെച്ചാൽ 4, 5, 6നെ എനിക്ക് എടുക്കണം. അതാണ് ആ 4ൻ്റെ പൊസിഷനെ ഞാൻ എന്തെടുത്തു? ലോ ആയിട്ട് എടുത്തു. ദാറ്റ് മീൻസ് തേർഡ് എന്ന് പറയുന്ന പൊസിഷനെ ഞാൻ 2 + 1 3 തേർഡ് പൊസിഷനെ ഞാൻ ലോ ആയിട്ട് കൊടുത്തു. അല്ലാത്ത പക്ഷം ഇപ്പോൾ ഞാൻ സെർച്ച് ചെയ്യണ എലമെൻറ്റ് ഇപ്പോൾ ഇതാണ് അറിയെങ്കിൽ 1, 2, 3, 4, 5 നേരത്തെ സെയിം അറിയാണ്. 6 ഞാൻ വേണ്ട, 6 പോട്ടെ. എനിക്ക് 1, 2, 3, 4, 5, 6 എനിക്ക് എൻ്റെ കീ എലമെൻ്റ് എന്ന് പറയുന്നത് 2 ആണ്. ഓക്കെ, ഇതാണ് എൻ്റെ കീ എലമെൻറ്റ്. എനിക്ക് വേണ്ടത് 2 ഉണ്ടോ എന്ന് കണ്ടുപിടിക്കണം. അപ്പോൾ അറേ ഓഫ് മിഡ് എന്ന് പറയുന്നത് എന്തായാലും അറിയാമല്ലോ, 6 വേണമെങ്കിൽ ഇതാണ് അറേ ഓഫ് മിഡ് വരുന്നത്. 3 < 2 ആണോ? അല്ല. 3 > 2 ആണോ? ആണ്. അപ്പോൾ നമുക്ക് ഈ ഭാഗത്തിനെ വേണം ഡിലീറ്റ് ചെയ്യാനായിട്ട്. ഈ ഭാഗത്തിനെ ഡിലീറ്റ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിൽ നിന്ന് പോകുന്ന വേരിയബിൾ ഏതായിരുന്നു? ഹൈ വേരിയബിൾ ആയിരുന്നു. അപ്പോൾ ഞാൻ എന്ത് സെറ്റ് ചെയ്യണം? ഇതിനെ ഹൈ ആക്കിയിട്ട് സെറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഞാൻ ഹൈ ആക്കിയിട്ട് സെറ്റ് ചെയ്തു. എന്നിട്ട് ഇത് റിപ്പീറ്റ് ചെയ്യണം. ഇത് ആ സബ്ബറെ ഫുള്ള് നമ്മൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ കിട്ടുക വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം? എലമെൻറ്റ് ഫൈൻഡ് എന്ന് നമുക്ക് കിട്ടും. അല്ലെങ്കിൽ printf എലമെൻറ്റ് നോട്ട് ഫൗണ്ട് റിട്ടേൺ 0. എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം, റിപ്ലൈ തരാം കേട്ടോ. പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. സാധാരണ ചെയ്യുന്ന പോലെ ഞാനിതൊരു ഓൺലൈൻ കമ്പൈലറിൽ കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ റൺ വിൻഡോ ക്ലിക്ക് ചെയ്തു. എൻ്റെ എലമെൻറ്റ് ബി സെർച്ച് 5 എലമെൻറ്റ്സ് കൊടുത്തു. നെക്സ്റ്റ് വൺ അതിലേക്കുള്ള 5 എലമെൻറ്റ് 10, 12, എന്നിട്ട് എൻ്റെ എലമെൻറ്റ് ടു സെർച്ച് ഏത് എലമെൻറ്റാണ് വേണ്ടതെന്ന് ഞാൻ 15 കൊടുത്തിട്ടുണ്ട്. എലമെൻറ്റ് ഫൗണ്ട് അറ്റ് പൊസിഷൻ 4 അല്ലേ? 15 എന്ന് പറഞ്ഞ എലമെൻറ്റ് ഉണ്ട്, അവിടെ ഇല്ല. എവിടെയാണുള്ളത്? 4th പൊസിഷനിലാണ് ഉള്ളത്. ഒരു കീ കൂടി നമുക്ക് കൊടുക്കാം. 4, 1, 2, 3, 5. എൻ്റെ എലമെൻറ്റ് ബി സെർച്ച് ഞാൻ 6 കൊടുക്കുകയാണേ. എലമെൻറ്റ് നോട്ട് ഫൗണ്ട്. എല്ലാവർക്കും പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്തതും ഔട്ട്പുട്ടും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.